നമ്മുടെ കിണറുകളിലെ വെള്ളം വിഷമാണെന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കഥകളിൽ പറഞ്ഞതുപോലെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. പേര് ജൂലി. ആ ജൂലി ഒരു ദിവസം എന്നെ കടിച്ചു. വേറൊന്നുമല്ല, അവളെ ഞാൻ യോഗ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കടിച്ച് ചോര വന്നു. ഞാൻ അടുത്തുള്ള മാള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷന് വേണ്ടി പോയി. അന്ന് ഒരുപാട് രോഗികളെ അവിടെ കണ്ടു. സ്വതവേ വാചാലപ്രിയരായ മാളക്കാർ. ഞാൻ അവരോട് ചോദിച്ചു, എന്നെ പട്ടി കടിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? അവരെല്ലാവരിലും ഒരു 5 അസുഖങ്ങളായിരുന്നു. ഒന്ന് പനി, ചുമ, കഫക്കെട്ട്, വയറുവേദന, വയറിളക്കം. തുടർന്ന് ഞാൻ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി മെയിൻ ഇഞ്ചക്ഷന് വേണ്ടി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്, ഒരു 200 പേരോളം. പതിവ് പോലെ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? എന്നെ പട്ടി കടിച്ചതാണ്. അവരുടെ അസുഖം ഇതേ കോമൺ അസുഖങ്ങളായിരുന്നു. വീണ്ടും ഞാൻ റിപ്പോർട്ട് ചെയ്യാനായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്ക്. അവരിൽ 90% ആൾക്കാർക്കും ഇതേ അസുഖങ്ങളായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി വെള്ളത്തിൽ ചവിട്ടി ഞാനൊന്ന് തെന്നി വീണു. അപ്പോൾ തൃശ്ശൂർക്കാർ പൊതുവെ പറയുന്നൊരു ഡയലോഗുണ്ട്, പണ്ടാരടങ്ങിയ വെള്ളം. അങ്ങനെ ആ വെള്ളവും ഈ രോഗികളും എൻ്റെ മനസ്സിൽ ഒരു കുടിയേറി. അങ്ങനെയാണ് വെള്ളം വെള്ളം ഈ രോഗികൾ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ എത്തിയത്. അതിനുശേഷം എൻ്റെ കിണറുകളിലും അടുത്തുള്ള കിണറുകളും കൂട്ടി ഞാൻ ഏകദേശം 5000 രൂപയുടെ ടെസ്റ്റുകളാണ് നടത്തിയത്. അതിൽ ഒരു കിണർ മാത്രം എനിക്ക് pH ലെവല് നോർമലായി കിട്ടി. കോളിഫോം ബാക്ടീരിയ ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയത് ആ കിണറിൽ നിന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത എൻ്റെ എപ്പിസോഡിൽ എങ്ങനെയാണ് നമ്മുടെ കിണറുകൾ നാച്ചുറൽ റെമഡി അതിലൂടെ ക്ലീൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്ട്.